എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വേളാങ്കണ്ണി ട്രിപ്പിലെ 2ാമത്തെ ദിവസമാണ്. ഞങ്ങൾ നിന്നിരുന്ന ഹോട്ടലിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ വ്യൂ ആണ് കേട്ടോ ഇത്. അടിപൊളി വ്യൂ ആണ്. എല്ലാം പച്ചപ്പ് നിറഞ്ഞ് ഇരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ പള്ളിയിലോട്ട് പോവുകയാണ്. പിന്നെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴെ എത്തിയേക്കാണ്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറി താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ഉണ്ട്, ദോശയുണ്ട്, വടയുണ്ട്, സാമ്പാറുണ്ട്, ചട്നിയുണ്ട്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എല്ലാതും മാറി മാറി എടുത്ത് അവരവർക്ക് ആവശ്യമുള്ളതെടുത്ത് അവരവർ കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ പള്ളിയിലോട്ടാണ് വിട്ടത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ 2-3 ഓട്ടോയിലായിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ അവിടെ എത്തിയത്. അപ്പോൾ അവിടെ മലയാളം കുർബാന നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാവരും കുർബാനയ്ക്കായിട്ട് പള്ളിയിലോട്ട് കയറി. ഇത് പുതിയ പള്ളിയിലോട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കുർബാനയ്ക്ക് ശേഷം പലവർക്കും പല സ്ഥലത്താണ് ഇരിക്കാൻ സീറ്റ് കിട്ടിയത്. അപ്പോൾ പലരും കുർബാന കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് കൂടി മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് ഞങ്ങൾ തിരിച്ച് പള്ളിയിൽ നിന്ന് മടങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പുറത്തത്തെ കാര്യങ്ങളും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പച്ചനെയും അമ്മയും ഞങ്ങൾ പഴയ പള്ളിയിൽ കൊണ്ടാക്കി. കാരണം അവർക്ക് ഇത്രയും കാര്യങ്ങളെല്ലാം നടന്ന് കാണാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ അവരെ അവിടെ സേഫാക്കിയിട്ട് അവിടെ ഇരുത്തി. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം കാണാനാണ് വന്നിട്ടുള്ളത് കേട്ടോ. കൊന്ത ചൊല്ലി മുട്ടുകുത്തി നീങ്ങാനുള്ള പാത ഒരുക്കിയിട്ടുള്ളതാണിത്. ഇത് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ. ആ പോകുന്ന വഴി മുഴുവൻ മണലാണ് ഉള്ളത്. പക്ഷേ മഴ പെയ്തിട്ടുള്ള കാരണം കൊണ്ട് ഇത്തിരി ചളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പലവരും നേർന്നവർ അതുപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയ ചെറിയ പള്ളികളും കാര്യങ്ങളും അത്ഭുത സ്ഥലങ്ങളും ഒക്കെ നടന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഞങ്ങളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്.
അടുത്തതായിട്ട് ഞങ്ങൾ പോയത് പരിശുദ്ധ അമ്മ പാൽക്കാരനായ ബാലന് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്കാണ് പോയത്. അപ്പോൾ അവിടെ ചെറിയൊരു പള്ളിയുണ്ട്, പിന്നെ അതുപോലെ അവിടുത്തെ ഒരു കുളം അവിടെ ഉണ്ട്. അതിപ്പോഴും പരിശുദ്ധമായിട്ട് തന്നെ കാത്തു പരിപാലിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ചരിത്രം അവിടെ എഴുതി വച്ചിട്ടുണ്ട്, പല ഭാഷകളിലും എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ആ പള്ളിയുടെ ഉള്ളിലോട്ടാണ് ഇനി നമ്മൾ കയറാൻ പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മാതാവിൻ്റെ തീർത്ഥം നൽകുന്നുണ്ട്. അവിടെ മാതാവിൻ്റെ രൂപമുണ്ട്. അവിടെ എല്ലാവരും നേർച്ചിടാനും അങ്ങനെയുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയത് ഇതാ നിൽക്കുന്ന മരത്തിൻ്റെ അവിടേക്കാണ്, ആ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ കുഞ്ഞുങ്ങളില്ലാത്തവരെ പ്രാർത്ഥിച്ച് തൊട്ടിൽ കെട്ടിയിടുന്ന എന്ന് പറയുന്നുണ്ട്. അതായത് ആ മരത്തിൻ്റെ കൊമ്പുമേൽ തൊട്ടിൽ അത് നേർച്ച പോലെ നമ്മൾ കെട്ടിയിടുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേര് അവിടെ പ്രാർത്ഥിച്ച് കെട്ടിയിട്ട് നമുക്ക് കാണാനുണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ നേർച്ച മേടിക്കൽ, മാതാവിൻ്റെ എണ്ണ, വെള്ളം, മെഴുകുതിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ മരിച്ചവർക്ക് വേണ്ടിയിട്ട് കുർബാന ചെല്ലിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോമാണ് ഞങ്ങൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അളിയൻ്റെ അപ്പന് വേണ്ടിയിട്ടും ഞങ്ങളതുപോലെ ഞങ്ങളുടെ അപ്പാപ്പനും അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ടും അങ്ങനെ കുർബാന ചെല്ലിക്കാൻ വേണ്ടി നമ്മൾ ഫോം ഫില്ല് ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഒരു ദിവസങ്ങളിൽ വരുമ്പോൾ അവർ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ അപ്പാപ്പൻ്റെ അമ്മയുടെയും ഉള്ള പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും അവിടെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയത് ഈ പള്ളിയിലോട്ടാണ്. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് നടന്ന് ഇവിടേക്ക് വരികയാണ് ചെയ്തത്. അതിനുശേഷം ഈ വഴി കൂടെ അങ്ങനെ മേലോട്ട് കയറി അടിയിൽ കൂടെ ഇറങ്ങുന്നുണ്ടല്ലോ, അങ്ങനെ ഞാനും ചേച്ചിയും റിക്കുവും ഏണസ്റ്റുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി അങ്ങനെ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവിടെ കയറി നിന്ന് താഴത്തോട്ടേക്ക് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അവിടെ നിന്ന് തിരിച്ചിറങ്ങി എന്നിട്ട് ഞങ്ങൾ ഈ പള്ളിയുടെ സൈഡിൽ കൂടെ തന്നെ പഴയ പള്ളിയുടെ അടുത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കേട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് 2 പേര് വേളാങ്കണ്ണി വന്നിട്ട് തല മൊട്ടയടിക്കാമെന്ന് നേർന്നിട്ടുണ്ട്. അപ്പോൾ ആ മുടി വടിക്കുന്ന ആ സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ തല മൊട്ടയടിക്കുന്ന ആൾക്കാർ ഒന്ന് മൂത്തളിയനും അതുപോലെ മൂത്തളിയൻ്റെ മൂത്ത മോളുടെ 2ാമത്തെ മോനുമാണ് തല മൊട്ടയടിക്കുന്നത്. അപ്പോൾ ചുറ്റും ഭയങ്കര തിരക്കാണ്. ഇവിടെയും വന്നപ്പോഴും അതിലും നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ ബ്ലേഡൊക്കെ സെലക്ട് ചെയ്ത് അവിടെ നിന്ന് എടുത്തു. റിറ്റുവിൻ്റെ തലയാണ് നമ്മൾ മൊട്ടയടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി പേരുണ്ട് കേട്ടോ, നേർച്ച നേർന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് മുടി മൊട്ടയടിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല, കാരണം മുടി മൊട്ടയടിക്കില്ലേ, കരയോ എങ്ങനെയാണെന്നൊന്നും അറിയണില്ല. അങ്ങനെ ഞങ്ങളുടെ ഊഴെത്തി. ആദ്യമൊക്കെ അവൻ അത്ര സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല, എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ, കൊച്ചുകുട്ടിയല്ലേ. പിന്നെ തലയിൽ ആ ചേട്ടൻ കൈയൊക്കെ വെച്ച് തുടങ്ങിയപ്പോൾ ആൾക്ക് എന്തൊക്കെയോ കാര്യം മനസ്സിലായി.
അപ്പോൾ പിന്നെ അടുത്ത ആളോടും പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അളിയൻ അവൻ്റെ തലയൊക്കെ പിടിച്ചു, അങ്ങനെ മുടി വടിച്ചു തുടങ്ങി. അപ്പം തന്നെ അവൻ പിന്നെ കുറേശ്ശെ കരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് മൂത്ത ആൾക്കും വിഷമായി, എല്ലാവർക്കും വിഷമായി തുടങ്ങി. കാരണം മോൻ കരയും കൂടിയും ചെയ്യല്ലേ. ഏണസ്റ്റിനും റിക്കുവിനൊക്കെ മുഖത്ത് വിഷമമുണ്ട് കേട്ടോ. അതെന്താണ്, ഇവൻ കരയും ചെയ്യാണ്, മുടി വടിക്കുകയും ചെയ്യാണ്. അപ്പോൾ രണ്ടാളും പിടിച്ചിട്ടാണ് അവൻ്റെ മുടി വടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറേ മൊബൈലൊക്കെ കയ്യിലൊക്കെ കൊടുത്തു, അതൊന്നും രക്ഷയില്ല. അവൻ്റെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടാണ് എന്ത്, ആന. അപ്പോൾ ആനയൊക്കെ കയ്യിൽ കൊടുത്താലും ആൾക്കതൊന്നും അത്ര ഇതാവണില്ല. തലയിൽ പിടിക്കുമ്പോൾ ആളപ്പോൾ കരച്ചിൽ തുടങ്ങും. അങ്ങനെ ഒരുവിധം എന്താ പറയുക, അവൻ്റെ കരച്ചിലും മേളൊക്കെ ആയിട്ട് മുടി അങ്ങനെ മൊത്തത്തിൽ വടിച്ചു. അങ്ങനെ റിറ്റുവിൻ്റെ മുടി അങ്ങനെ മൊത്തം വടിച്ചു കഴിഞ്ഞു. അതിനുശേഷം തലയൊക്കെ തോർത്തി അവനെ ആശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അളിയനാണ് അടുത്തതായിട്ട് ഇരുന്നത് കേട്ടോ. അങ്ങനെ അളിയൻ്റെയും കഴിഞ്ഞു. അളിയനിപ്പോൾ കാണുമ്പോൾ വേറെ ഏതോ ഒരാളായി മാറി ചായ. അങ്ങനെ എല്ലാവരും അങ്ങനെ രണ്ടുപേരുടെയും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ടല്ലേ ഈ നായക്കുട്ടന്മാരെ കാണാൻ. അങ്ങനെ ഇരുവശങ്ങളായിട്ടുള്ള കാഴ്ചകൾ, കടകളും കാഴ്ചകളൊക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കാണ്. ഞങ്ങൾ പിന്നെ ബീച്ചിൻ്റെ അവിടേക്ക് ഞങ്ങൾ പോയില്ല. കാരണം ഇനി അധികം സമയമല്ലേ, വൈകുന്നേരത്തോടു കൂടിയിട്ട് നമ്മൾ ട്രെയിൻ കയറും. അപ്പോൾ പിന്നെ അവിടേക്ക് പോകാനും ആർക്കും അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടേക്ക് പോകാണ്ട് ഞങ്ങൾ ഈ വഴിയിലുള്ള കടകളിലൊക്കെ ഒന്ന് കയറി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടോയ്സും സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളങ്ങനെ ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോരുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഏണസ്റ്റിന് വീണ്ടും ഒരു ദാഹമോഹം വന്നു. അങ്ങനെ ഞങ്ങൾ ഒരു സർവത്തൊക്കെ കുടിച്ചു. പിന്നെ വീണ്ടും കുറച്ച് നടന്നു. അപ്പച്ചനും അമ്മയും പള്ളിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം അവരുടെ അടുത്തേക്ക് എത്തും വേണം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് ഞങ്ങളങ്ങനെ തിരിച്ചു അങ്ങോട്ട് നടക്കുകയാണ്. ഇനിയൊരിക്കൽ വീണ്ടും വേളാങ്കണ്ണിയിലേക്ക് വരാമെന്നുള്ള ഒരു ധാരണയുള്ളത് കൊണ്ട് ഞങ്ങൾ അധികം കടകളിലൊന്നും കയറി പർച്ചേസിനൊന്നും പോയില്ല. ചുറ്റും ഇങ്ങനെ നടന്ന് കണ്ടു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അവിടുന്ന് ഹോട്ടലിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും വീണ്ടും ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഇരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പിള്ളേരെ അവിടെ താഴെ പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരെ നോക്കാൻ വേണ്ടി ഞാനും ചേച്ചിയും അവിടെ ഇരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പോകേണ്ട സമയമായി. അപ്പോൾ അങ്ങനെ റൂം ചെക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ കൊണ്ടുവന്നൊക്കെ തിരിച്ചെടുത്ത് ഞങ്ങളെല്ലാവരും പോകാൻ റെഡിയായി. അപ്പോൾ ഞങ്ങളുടെ വാൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വാനിലോട്ട് ഇനി കയറുകയാണ്. അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ.
ഞങ്ങൾ നിന്നിരുന്ന ഈ ഡാഫിഡിൽ എന്ന് പറഞ്ഞ ഹോട്ടൽ അടിപൊളിയാണ് കേട്ടോ. ആർക്കെങ്കിലും വേളാങ്കണ്ണി 2-3 ദിവസമൊക്കെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഹോട്ടൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. കാരണം ഇവിടുത്തെ സർവീസും അതുപോലെ ഫുഡും കാര്യങ്ങളും എല്ലാം നന്നായിരുന്നു. സ്റ്റാഫും എല്ലാ കാര്യങ്ങളും നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഈ വഴി ഞങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാമെന്ന് ഒക്കെ ഞങ്ങൾ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ഞങ്ങളിതാ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടോ. ട്രെയിൻ വരാൻ കുറച്ച് സമയമുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ പതിയെ ഇങ്ങനെ നടന്ന് ട്രെയിൻ വരേണ്ട സ്ഥലത്തേക്ക് നടന്ന് നീങ്ങുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ വീഡിയോ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതായി ഒരു കടയുടെ മുമ്പിൽ വന്ന് പെട്ടു. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടല്ലോ എന്ന് വെച്ചാൽ അത് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോണ്ടോ ആ ചേട്ടൻ പറഞ്ഞു നോ 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 എന്ന് പറഞ്ഞു. അങ്ങനെ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ട് കേട്ടോ, ഒരു റൂമുണ്ട്. അപ്പോൾ ആ റൂമിൽ അപ്പോൾ അപ്പച്ചനെയും അമ്മയ്ക്കും അവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ പിന്നെ പുറത്തേക്ക് കടന്നു. ബാഗും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തായിട്ട് വെച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് കടക്കുകയാണ് ചെയ്തത്. കുറച്ചധികം നേരം നിൽക്കാനുള്ളത് കൊണ്ട് പിന്നെ അവിടെ നിന്ന് ബോറടിച്ചപ്പോൾ ഇവിടെ ഒരു ചായക്കട കണ്ടു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ട്രെയിൻ വരേണ്ട സമയമായി. അപ്പം ഈ ഭാഗത്തായിട്ടാണ് ഞങ്ങളുടെ ട്രെയിൻ വന്ന് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടേക്ക് എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നെത്തി. ഇവിടെ തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ പിന്നെ അങ്ങനെ പരിചയപ്പെട്ടു. കാരണം എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഭൂരിഭാഗം മലയാളീസ് തന്നെയാണ്. അപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങനെ മന്ദം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി ഇനി ട്രെയിനിലോട്ട് കയറുകയാണ്. അങ്ങനെ നമ്മുടെ വേളാങ്കണ്ണി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വേളാങ്കണ്ണിയോട് ഇപ്പോൾ യാത്ര പറയുകയാണ്. ഇനിയൊരിക്കൽ വരാമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട്. ട്രെയിൻ വന്ന് നിന്നപ്പോൾ നമ്മുടെ ബോഗി കുറച്ചും കൂടി നീങ്ങിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും അങ്ങോട്ട് നടന്ന് പോയി. അങ്ങനെ ട്രെയിനിൽ കയറി സെറ്റായി എല്ലാവരും. അതിനുശേഷം പിന്നെ ഭക്ഷണമൊക്കെ മേടിച്ച് വെച്ച് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഇനി നാട്ടിലോട്ട് എല്ലാവരും പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഫാമിലി. ഇതിൽ ഒരാൾ മാത്രം മിസ്സായിപ്പോയി, നമ്മുടെ നിമ്മി. അവൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും മറക്കരുത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.